സത്യം പറഞ്ഞാൽ എല്ലായിടത്തും വെറുതെ കിടക്കാൻ തോന്നുന്നുണ്ട്. പറ്റൂ ഇല്ല. എന്താ കാര്യം? ഒരു ലോഡ് പണിയെപ്പറ്റി ആലോചിക്കുമ്പോൾ ഉണ്ടല്ലോ റെസ്റ്റ് എടുക്കാൻ തോന്നില്ല. പീരിയഡ് ഡേയ്സ് ആകെപ്പാട് അസ്വസ്ഥത, ഒരു ടയേർഡ്നെസ് ഉണ്ട്. പിന്നെ ഉണ്ടല്ലോ വല്ലാത്ത മൂഡ് സ്വിങ്സാണ്. ഒരു എനർജി ഫീൽ ചെയ്യണില്ലാത്ത അവസ്ഥ. ഷോപ്പിൽ പോയി വന്നതാണ്. ഷോപ്പിൽ പോയി വന്നിട്ട് അതേ വേഷത്തിലാണ് നിൽക്കണം. അപ്പോൾ ഒന്ന് തിരിച്ചു വരണ വഴിക്ക് വെജിറ്റബിൾസ് വാങ്ങി വീട്ടിൽ വന്നിട്ട് വന്ന് കയറിയപ്പോൾ കാണിച്ചന കാണാൻ പറ്റണ്ട. സ്റ്റെപ്പിൽ ഞാൻ കൊണ്ടുവന്ന ബാഗും കവറും അവിടെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ മുകളിലേക്ക് ഇതുവരെ കയറിയിട്ടില്ല, വന്നതേ ഉള്ളൂ. അപ്പോൾ വന്ന് നേരെ അടുക്കളയിലേക്ക് കയറി. മോൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടെങ്കിൽ അതിന് ചോറിറങ്ങുള്ളൂ. അപ്പോൾ അതിലേക്ക് കയറി. പിന്നെ കൊണ്ടുവന്ന പച്ചക്കറികൾ സോർട്ട് ഔട്ട് ചെയ്യണമായിരുന്നു, കഴുകാനുള്ളത് കഴുകാനിടണമായിരുന്നു. അങ്ങനെയുള്ള പണികളിലേക്കൊക്കെ ഒരു സൈഡിൽ കൂടെ അതും നടന്നു. കൊച്ചിന് വേണ്ട അതും ഉണ്ടാക്കി, ചോറ് വിളമ്പി, എല്ലാവർക്കും ചോറ് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്തത് കഴുകി വെച്ച പച്ചക്കറികളുടെയും സാധനങ്ങളുടെയും ബാക്കി സോർട്ടിങ് ഔട്ടിന് ഇരുന്നു. ഇനി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 മണിയാകുമ്പോൾ പാല് മേടിക്കാൻ പോകണം. പാല് മേടിക്കാൻ പോകുമ്പം പിന്നെ ഇപ്പം ഡ്രസ്സ് മാറിയാൽ പിന്നെയും ഡ്രസ്സ് മാറണ്ടേ? അതാലോചിക്കുമ്പോൾ അതും ബുദ്ധിമുട്ടാണ്. എന്നാൽ പിന്നെ ഡ്രസ്സ് മാറണ്ട വിചാരിച്ചു. അറ്റ്ലീസ്റ്റ് ആ 2 ഡ്രസ്സ് മാറൽ ഒഴിവാക്കാമല്ലോ. അപ്പോൾ അത് മാറാണ്ടെന്ന് ഇരുന്നേക്കാം എന്ന് വിചാരിച്ചു. ഒന്ന് കിടക്കണം എന്തായാലും. പക്ഷേ ഇപ്പോൾ ഒന്ന് ഇരിക്കാൻ ഉള്ള അവിടെ കൂടെ ഉള്ള സമയത്ത് ഇരുന്നുകൊണ്ട് കുറച്ച് ചെയ്ത് തീർക്കുകയാണെങ്കിൽ അത്രയും കുറഞ്ഞിരിക്കുമല്ലോ. വേറെ ആരും സഹായിക്കാൻ വരാനില്ല. ചെയ്യാനുള്ളത് ഇനിയിപ്പോൾ ഇപ്പം ചെയ്താലും പിന്നെ ചെയ്താലും നമ്മൾ തന്നെ ചെയ്യണം. വേറൊരു കൈ വരാനില്ല. ഒരു വെജിറ്റബിൾസ് അരിഞ്ഞു തരാൻ പോലും അങ്ങനെ. പിന്നെ എൻ്റെ ഹെൽപ്പിന് ഒരാൾ വരുന്നുണ്ട്, നമ്മുടെ സെക്യൂരിറ്റിയുടെ വൈഫ്. അവൾ ഹെൽപ്പിന് വരുന്നുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വീടുകളിൽ പോകേണ്ട സമയത്ത് അവർക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വരാൻ പറ്റിയെന്ന് വരില്ല. ആൾ വരും, ഡെയിലി പാത്രം കഴുകും, ക്ലീനിങ്ങും ചെയ്യും. അത്രയും സമയമുള്ളപ്പം വെളുത്തുള്ളി, ഉള്ളി, ഇഞ്ചിയൊക്കെ തൊണ്ട് കളഞ്ഞു തരും, തേങ്ങ ചേർത്ത് തരും. അപ്പോൾ സമയമുണ്ടെങ്കിൽ അനുസരിച്ചാട്ടോ, ഇല്ലെങ്കിൽ അതുമില്ല. അപ്പം കിട്ടുമ്പോൾ കിട്ടിയതായി എന്ന് കരുതിക്കൊണ്ട് ഞാൻ മോള് നോക്കി പോയത് ആരോടെ പറയണേന്ന് ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ ഇത് ചെയ്യാതിരിക്കാൻ നമുക്ക് വേറെ വഴിയില്ല. അതാണ് അതിൻ്റെ അകത്തെ കാര്യം, സത്യാവസ്ഥ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്ത്രീ എത്ര ടയേർഡാണെങ്കിലും മുന്നിൽ ഇത്രയും പണികൾ കിടക്കുമ്പോൾ പോയി കിടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ എന്നാലും പണ്ടത്തെ ഞാനാണെങ്കിൽ കിടക്കുകയില്ല, ഞാൻ എന്നെ വലിച്ച് നീട്ടി ചെയ്യും. ഇപ്പം ഞാൻ അത്രയും ചെയ്യാറില്ല കേട്ടോ. കാരണം ഇപ്പം ഞാൻ റിയലൈസ് ചെയ്തു, എൻ്റെ ബോഡിക്ക് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തില്ലെങ്കിൽ, ഞാൻ പ്രയോറിറ്റി കൊടുത്തില്ലെങ്കിൽ, ഞാൻ റെസ്റ്റ് കൊടുത്തില്ലെങ്കിൽ എൻ്റെ ബോഡിക്ക് ആരും ഇതൊന്നും കൊടുക്കാനില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ബോഡിയുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാൻ ഇപ്പോൾ ശ്രമിക്കാറുണ്ട്. അതിന് റെസ്റ്റ് വേണമെന്ന് തോന്നുമ്പോൾ അതിനനുസരിച്ച് ഞാൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. 100% എനിക്കത് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും ഞാൻ എൻ്റെ മാക്സിമം കുറേ കഴിഞ്ഞിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇപ്പം അതിൽ തന്നെ ഞാൻ ഹാപ്പിയാണ്. പഴയ എന്നിൽ നിന്നും എൻ്റെ ഒരു വളർച്ചയാണത്. നേരത്തെ ഒന്നും ഇങ്ങനെ അല്ലായിരുന്നു ഞാൻ. എൻ്റെ കാര്യങ്ങൾ എല്ലാം ഏറ്റവും ലാസ്റ്റ് എന്നല്ല, അവിടെ ഇല്ല, അതിനൊരു പ്രയോറിറ്റിയും ഇല്ല, അങ്ങനെ ഒരു കാര്യത്തിന് യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല. പക്ഷെ ഇപ്പം അങ്ങനെ അല്ല കേട്ടോ. ഇപ്പോൾ ഡിമാൻഡ് ചെയ്യാൻ, റിക്വസ്റ്റ് ചെയ്യാൻ, അത് നേടിയെടുക്കാൻ ഒക്കെ ഞാൻ പഠിച്ചു. ഇതൊക്കെ എല്ലാം എന്നെ പഠിപ്പിച്ച എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് തന്നെയാണ്. നമ്മുടെ ലൈഫിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യുമ്പോൾ, നമ്മൾ ഡിഫിക്കൽട്ട് പാത്തുകളിൽ കൂടി നടക്കുമ്പോഴൊക്കെയാണ് നമ്മൾ കുറേ കൂടി സ്ട്രോങ് ആവുക. അപ്പോൾ
കിട്ടുന്ന ഓരോ ഡിഫിക്കൽട്ട് പാത്തുകളും ദൈവം എന്തെങ്കിലും ആവട്ടെ, പ്രപഞ്ചശക്തി, ഏത് ശക്തിയായാലും ആ ഒരു ശക്തി നമ്മളെ ഒരുക്കുന്നതാണ്. നമ്മളെ കുറച്ചുകൂടെ ബെറ്റർ വേർഷനിലേക്ക് ആക്കാൻ വേണ്ടി ഒരുക്കുന്ന ഒരു അവസ്ഥയാണ് എന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാൻ ആക്ച്വലി പഴയ എന്നിൽ നിന്നും കുറേ ബെറ്റർ വേർഷനാണിപ്പം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്കിന്നത് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നത് പറ്റില്ല എന്ന് തന്നെ വിചാരിച്ചിരിക്കും. പണ്ടൊക്കെയാണെങ്കിൽ അങ്ങനെ ഞാൻ ഇരിക്കില്ലായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വന്നത് കേട്ടോ. അപ്പോൾ എന്നെ കേൾക്കുന്ന എൻ്റെ സുഹൃത്തുക്കളായ സ്ത്രീകളോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ശരീരം ഒരു റെസ്റ്റ് ആഗ്രഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്താൽ എന്തു തന്നെയായാലും നിങ്ങൾക്ക് റെസ്റ്റ് തരാൻ വേറെ ആരും വരാൻ പോകുന്നില്ല. ഉള്ള പണി ഇപ്പോഴല്ലെങ്കിൽ നാളെ ആയാലും മറ്റന്നാളായാലും നിങ്ങൾ തന്നെ എടുക്കണം. വേണ്ടേ? എടുക്കണം. അപ്പോൾ ആ പണി അവിടെ ഇട്ടിട്ട് നാളെ ചെയ്യാം. അല്ലെങ്കിൽ ആർക്കെങ്കിലും പരാതി ഉണ്ടോ, അവർ ചെയ്തോട്ടെ. ആ പണി അവിടെ ഇട്ടിട്ട് നിങ്ങളുടെ ബോഡിക്കുള്ള റെസ്റ്റ് നിങ്ങൾ തന്നെ കൊടുക്കുക. നമ്മുടെ ബോഡിയെ നോക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. ഓക്കെ.